ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ വിത്ത് ധനുസ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫോട്ടോഷൂട്ട് ലുക്കാണ്. നമ്മുടെ കൂടെയുള്ള മോഡലിൻ്റെ നെയിം അഭിരാമി. ഫസ്റ്റ് നമ്മൾ എംബ്രോലിസിൻ്റെ ഒരു മോയ്സ്ചർ കം പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മളൊന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്തേക്കുന്ന പാലറ്റ് PACയുടെ 3-in-1 പാലറ്റാണ്. ലൈറ്റ് ബ്രൗണും ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന പാലറ്റാണ്. അതിൽ ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് എൻഡിങ്ങിലും ബ്രൗൺ ഷെയ്ഡ് എടുത്ത് സ്റ്റാർട്ടിങ്ങിലും കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോട്ടോസിൽ കുറച്ചും കൂടെ ഷാർപ്പൺ ചെയ്തിരിക്കാനാണ് നമ്മൾ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് നമ്മളൊന്ന് ഐ കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്തേക്കുന്ന പാലറ്റ് നൈക്കയുടെ പാലറ്റാണ്. നൈക്കയുടെ 2-3 പാലറ്റ് ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാലറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം. ഈ ഐ കൺസീൽ ചെയ്യുന്നത് ഐൻ്റെ ഡാർക്ക്നെസ്സും അപ്പർ ഐസിൽ ഫുൾ ഡാർക്കും ഒരു ചുളിവൊക്കെ കാണും. അപ്പം ഐ ഷാഡോ ഇടുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ഐ കൺസീൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷാഡോ ഗ്ലിറ്റർ എല്ലാം യൂസ് ചെയ്യുമ്പം നല്ല ഷാർപ്പനായിട്ടിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഐ കൺസീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്രീസ് ലൈനിൽ ഒരു ലൈറ്റർ പിങ്ക് ഷെയ്ഡും നമ്മൾ ഐസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡാർക്ക് പിങ്ക് ആൻഡ് ഒരു ബ്രൗൺ മിക്സാണ്. അത് ഫുൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐബ്രോ സ്മഡ്ജ് ചെയ്യുന്ന ബ്രഷ് എടുത്തിട്ട് ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ബേസ് എടുത്ത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ കാജൽ എഴുതിയതിന് ശേഷം ഒരു സ്മഡ്ജ് ലുക്ക് തരാനാണ്. ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാജൽ മെബലൈൻ്റെ കാജലാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഷുഗറിൻ്റെ ഓറഞ്ച് കളർ കറക്റ്റർ എടുത്തിട്ട് നമുക്ക് ഡാർക്ക് സ്പോട്ടുള്ള ഭാഗത്തെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിലാണ് അടുത്ത് നമുക്ക് കൺസീൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന കൺസീലർ മാക്കിൻ്റെ കൺസീലറാണ്. മാക്കിനും 2-3 ടൈപ്പ് കൺസീലറുണ്ട്. അതിലേത് കൺസീലർ അതാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതിൽ ലാസ്റ്റ് ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്ന ഒരു യെല്ലോ ഷെയ്ഡ്. അത് കൺസീൽ ചെയ്യുന്ന ഭാഗത്തും ഓറഞ്ച് കറക്റ്റ് ഇട്ട ഭാഗത്തും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഒന്ന് സ്പഞ്ച് ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് PACയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഷെയ്ഡ് നമ്പർ 1.0 4 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 1.0 എന്ന് പറയുന്നത് ഫെയർ സ്കിന്നിൻ്റെ ഷെയ്ഡും മീൻസ് ലൈറ്റർ ഷെയ്ഡും 5 എന്ന് പറയുന്നത് ഡാർക്കർ ഷെയ്ഡിനാണ്. അപ്പം അഭിരാമി ഓൾറെഡി ഫെയർ ആയതുകൊണ്ട് 1 ആണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 80% 1ഉം ഒരു 20% ഒരു ഡാർക്ക് ഷെയ്ഡുമാണ് മിക്സ് ചെയ്തേക്കുന്നത്. മിക്സ് ചെയ്തിട്ട് ഫുൾ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ PACയുടെ സെയിം ഫൗണ്ടേഷൻ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പാലറ്റിൽ തന്നെ നമ്മൾ കുറച്ച് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. NYBയുടെ സ്ട്രോപ്പ് ക്രീമാണ് മിക്സ് ചെയ്തേക്കുന്നത്. ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയാണ് ആ ഫുൾ ഫേസ് സ്ട്രോപ്പ് ക്രീം ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്.
നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ബ്ലഷാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്, പൗഡർ ബ്ലഷ്. നന്നായിട്ട് 2 ചീക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് യൂസ് ചെയ്തേക്കുന്നത് ഷുഗറിൻ്റെ ഹൈലൈറ്റർ. നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തതിൻ്റെ താഴെയായിട്ടും കോണ്ടോർ ചെയ്യുന്നത് ഭാഗത്തും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഐ മേക്കപ്പും ഫേസ് മേക്കപ്പും കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ് സ്പ്രേ കൊടുക്കണം. നന്നായിട്ട് സെറ്റിംഗ് സ്പ്രേ കൊടുക്കണം. ഒന്നത് ഡേ ടൈം ഷൂട്ടിനാണ് പോകുന്നത്, അപ്പോൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ PACയുടെ സെറ്റിംഗ് സ്പ്രേ ഫേസ് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. സോ ലാസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇൻസൈറ്റിൻ്റെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇൻസൈറ്റിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, നല്ല സ്റ്റേ ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഇത്. ഞാൻ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലാസ്റ്റ് നമ്മളൊന്ന് പൗഡർ ബ്ലഷ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. സെറ്റിംഗ് സ്പ്രേ കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് പൗഡർ ബ്ലഷ് 2 സൈഡും ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാനാണ്. സോ മേക്കപ്പും ഐ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാനുണ്ട്, സാരി ഉടുക്കാനുണ്ട്. സാരിയാണ് ഈ ഷൂട്ടിൻ്റെ ലുക്ക്. ഈ ഷൂട്ടിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ബോഹോ ആർട്ടിസ്റ്റ് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. താങ്ക് യു.